അത് നമ്മൾ ഓരോ കവറായിട്ട് പൊട്ടിച്ച് നോക്കി അതിനകത്തും എടുത്ത് നമ്മൾ പരിശോധിച്ച് തന്നെയാണ് കഞ്ചാവ് മിഠായിയാണ്. ഇനി എൻ്റെ 5 ഗ്രാമിന് മുകളിൽ 2 ഗ്രാമിന് മുകളിലേക്ക് അത് നമ്മൾ ജാമ്യം ലഭിക്കാത്ത കുറ്റമാണ്. അതുപോലെ തന്നെ 100 ഗ്രാമിന് മുകളിലേക്കാണെങ്കിൽ കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റിയാണ്. അങ്ങനെ നോക്കുമ്പോൾ നമുക്കിത് വലിയ കേസാണ്. കിട്ടാവുന്നതിന് ഇപ്പം നമുക്ക് 16 കിലോയോളം കേസുണ്ടല്ലോ. അപ്പം നമുക്കൊരു പക്ഷേ ഈ മിഠായിയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ കേസ് എന്ന് നമുക്ക് ഇതിനെ പറയാം. കോളേജ് സ്റ്റുഡൻസ് ആണ്, കാരണം കുട്ടികളിലേക്ക് എത്തേണ്ട കാര്യമില്ല. കാരണം ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണല്ലോ. നമ്മൾ സാറിന് 5 രൂപയ്ക്ക് 10 രൂപയ്ക്കൊന്നും മിഠായി കിട്ടില്ല. ഏകദേശം ഒരു 50 തൊട്ട് 100 വരെ വില വരുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കുറച്ച് എക്സ്പെൻസീവ് ആണ്. അപ്പോൾ കോളേജ് സ്റ്റുഡൻസിനായിരിക്കണം നമ്മൾ ഉദ്ദേശിച്ചത്, യുവതലമുറയായിരിക്കണം. പിന്നെ ഉദ്ദേശിച്ച് അന്യസംസ്ഥാന തൊഴിലാളികളും അത് ഉപയോഗിക്കുന്നുണ്ടാവും എന്നാണ് നമുക്ക് മനസ്സിലാവും. നമ്മളിപ്പോൾ ഈ ചെറുകിടക്കാരെ പിടിച്ചിട്ട് കാര്യമില്ല. സോഴ്സാണ് പ്രധാനം. 100% നമ്മൾ അതിൻ്റെ സോഴ്സിലേക്ക്, ഇനി മുമ്പുള്ള കേസുകളിലും അങ്ങനെ തന്നെ നമ്മൾ സോഴ്സിലേക്ക് എത്തും. സോഴ്സിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന വിവരപ്രകാരം ഒരു SD ഫാർമസി എന്ന് പറയുന്ന ഒരു പേര് മാത്രമേ ഉള്ളൂ. നിലവിലുള്ള പുതിയ സർക്കാർ ഭരണത്തിൽ വന്ന ശേഷം ബഹുമാനപ്പെട്ട എക്സൈസ് മന്ത്രി ലിജി മിനിസ്റ്ററുടെ നിർദ്ദേശപ്രകാരം എക്സൈസ് കമ്മീഷൻ നടപ്പാക്കി വരുന്ന ഓപ്പറേഷൻ തണ്ടന്റെ ഭാഗമായിട്ട് എക്സൈസ് വകുപ്പ് സംസ്ഥാനത്തൊട്ടാകെ നാളിതുവരെ ഏകദേശം 21,460 ഓളം ലഹരി കേസുകളായിട്ട് തന്നെ നമ്മൾ സംസ്ഥാനത്ത് നമ്മൾ പിടികൂടിയിട്ടുണ്ട്. അതിൽ 3,600 കേസുകൾ അബ്കാരി കേസുകളും അതുപോലെ തന്നെ 2,050 കേസുകൾ NDPS കേസുകളും നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ട് 16,000 കേസുകൾ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓപ്പറേഷൻ തണ്ടർ ബഹുമാനപ്പെട്ട കമ്മീഷണറുടെ നിരീക്ഷണത്തിൽ വളരെ ശക്തമായിട്ട് തന്നെ നമുക്ക് കർശന നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ശക്തമായ റെയ്ഡുകളും പരിശോധനകളും എല്ലാം നടത്തുന്നുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് തന്നെ നമ്മൾ ചെറിയ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് തന്നെ തുടർ പരിശോധനകൾ ശക്തമാക്കുന്നുണ്ട്. അത് അബ്കാരി കേസുകൾ എടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ അബ്കാരി കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് കോഴിക്കോട് ജില്ലയിലാണ്. NDPS കേസുകൾ എടുക്കുകയാണെങ്കിൽ നല്ല കേസുകളും അതുപോലെ തന്നെ ഗ്രാവിറ്റിയുള്ള കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എറണാകുളം, പാലക്കാട് ജില്ലകളിലാണെന്ന് മനസ്സിലാവുന്നു. രേഖകളെന്ന് മനസ്സിലാവും. സൗകര്യങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ വെൽ എക്യുപ്ഡ് ആണല്ലോ. ഞങ്ങൾ വല്ല ക്രീമി ലെയറിലുള്ള ആൾക്കാരാണല്ലോ അതിന്റെ ഉദ്യോഗസ്ഥരൊക്കെ. അപ്പം നമ്മൾ അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ നമ്മൾ സജ്ജരാണ് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഞങ്ങളത് പരിമിതികൾക്ക് അപ്പുറം നിന്നുകൊണ്ട് തന്നെ ഞങ്ങൾ ജോലി ചെയ്യുന്നുണ്ട്. ജോലി ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. ഇത് നമ്മൾ പിടിക്കുന്ന സമയത്ത് ഇത് കവറിലുണ്ടായിരുന്നു, ഒരു ഉരുളയുള്ള കവറാണ്. നമ്മളത് പൊട്ടിച്ച് നോക്കിയിട്ടാണ്, നമ്മളത് പരിശോധിച്ചിട്ടാണ് നമ്മളത് കഞ്ചാവ് മിഠായി എന്ന് ഐഡന്റിഫൈ. നമ്മൾ പുറത്തുനിന്ന് നോക്കിയാൽ നമുക്ക് അറിയത്തില്ലല്ലോ കവറിലുണ്ടാകും, നമുക്കത് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയില്ല. അത് നമ്മൾ ഓരോ കവറായിട്ട് പൊട്ടിച്ച് നോക്കി അതിനകത്തും എടുത്ത് നമ്മൾ പരിശോധിച്ച് തന്നെയാണ് കഞ്ചാവ് മിഠായിയാണ്. നമ്മൾ ഇന്നലെ പിടിയിലായ പ്രതിനെ നമ്മൾ ചോദ്യം ചെയ്ത് നമുക്ക് മനസ്സിലായി വരുമെന്ന് വെച്ചാൽ ഇതിന് മുമ്പ് അയാൾ ഇതുപോലെ തന്നെ സാധനം കൊണ്ടുവന്നിട്ട് ഇവിടെ ചെറുകിടക്കാർ, അതായത് അന്യസംസ്ഥാന തൊഴിലാളികളാണ് ഇതിന്റെ വിതരണക്കാരെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇതിപ്പോൾ നിലവിൽ ഇപ്പം നമ്മൾ ഇന്നലെ പിടികൂടിയ സാധനം കൊണ്ടുവന്നിട്ടുള്ളത് ട്രെയിനിലാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം 3 ദിവസമേ ആയിട്ടുള്ളൂ. പക്ഷേ അയാൾക്കത് റീറ്റെയിലർക്ക് കൊടുക്കാനുള്ള ഒരു സാഹചര്യം ലഭിച്ചിട്ടില്ല. അതിന് മുമ്പ് തന്നെ നമ്മളത് ഇപ്പം നമ്മൾ ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായിട്ടുള്ള പരിശോധനകൾ നന്നായി നടക്കുന്നുണ്ട്. അപ്പം മുമ്പ് നമുക്കൊരു ഹിന്റ് കിട്ടിയത് 30 കിലോ കഞ്ചാവ് പിടിച്ച കേസിലുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെറിയൊരു ഹിന്റ് ഇങ്ങനെ കിട്ടിയിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ചെറിയ അന്വേഷണം നമ്മുടെ സ്ക്വാഡ് വർക്ക് അതേക്കുറിച്ചൊക്കെ അന്വേഷണം നടത്തുന്നുണ്ടായിരുന്നു. അപ്പം അതിൽ നിന്ന് കിട്ടിയ ഒരു ലീഡാണ് ഇപ്പം ഈ പറഞ്ഞ കേസിലേക്ക് നയിച്ചിട്ടുള്ളത്. അപ്പോൾ അതേക്കുറിച്ച് നമ്മളിപ്പോൾ വിശദമായിട്ട് അന്വേഷിക്കാനുണ്ട്. കാരണം നമ്മളിപ്പോൾ ഇതിന് മുമ്പ് എനിക്ക് തോന്നുന്നു ഒരു 6 മാസം മുമ്പ് നമ്മൾ വടകര ഭാഗത്ത് ഒരു 650 ഗ്രാമിൻ്റെ ഒരു കേസ് എടുത്തിരുന്നു. അപ്പോൾ അത് ഇതുപോലെ ആ പ്രതി ഇപ്പോഴും നമ്മൾ ജാമ്യത്തിൽ അറിഞ്ഞിട്ടില്ല, അകത്ത് തന്നെയാണല്ലോ. നമ്മൾ ചാർജ് ഷീറ്റ് കുറ്റപത്രം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു സൂചന നമുക്ക് ഉണ്ടായിരുന്നു, ഇല്ല നമുക്ക് പറയാൻ കഴിയില്ല, സൂചന നമുക്ക് ഉണ്ടായിരുന്നു. പക്ഷെ നമുക്കത് കണ്ടെത്തേണ്ട ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് നമ്മളത് നല്ല ഇതാരാണ് കൊണ്ടുവരുന്നത്, നമുക്കിതിൻ്റെ സോഴ്സാണല്ലോ നമുക്കിതിൻ്റെ ആവശ്യം. ഇയാളത് കൊണ്ടുവരുന്ന ഒരാളാണ്, ബീഹാറിൽ നിന്ന് കൊണ്ടുവന്നാണ് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അതിന്റെ ഭാഗം നമ്മൾ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പം നമുക്കിത് പിടിക്കാൻ കഴിഞ്ഞത്. ഇത് മിഠായിയുടെ നമ്മളിപ്പോൾ നിലവിൽ ഇത് കേസ് എടുത്തിരിക്കുന്ന കനാബിസ് എന്നൊരു സെക്ഷൻ വെച്ചിട്ടാണ് എടുത്തിരിക്കുന്നത് 22. അപ്പം നമുക്ക് രണ്ടാമതൊരു ഓപ്ഷൻ ഉള്ളത്, നമുക്ക് അതിനകത്ത് THC ടെട്രാഹൈഡ കാനാബിനോൾ എന്ന് പറഞ്ഞിട്ട് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് നമ്മൾ ഈ വടകര എടുത്ത കേസിൽ നമ്മൾ അതിന് കെമിക്കലിൽ വന്നപ്പോൾ റിസൾട്ട് വന്നപ്പോൾ ഈ THC അതിനകത്തുണ്ട്. അപ്പോഴത്തേക്ക് സെക്ഷൻ മാറും, നമ്മൾ കുറച്ചും കൂടി ഗൗരവമേറിയ സെക്ഷനിലേക്ക് മാറും. സെക്ഷൻ 1 തന്നെയായിരിക്കും. നമ്മൾ ഈ കേസ് നമ്മളിപ്പോൾ കനാബിനോൾ എടുത്താലും അത് കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റിയാണ്. ഇനിയിപ്പോൾ THCയിലേക്ക് വന്നാലും കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി. കാരണം THC വന്നു കഴിഞ്ഞാൽ ഇനി എൻ്റെ 5 ഗ്രാമിന് മുകളിൽ 2 ഗ്രാമിന് മുകളിലേക്ക് അത് നമ്മൾ ജാമ്യം ലഭിക്കാത്ത കുറ്റമാണ്.
അതുപോലെ തന്നെ 100 ഗ്രാമിന് മുകളിലേക്കാണെങ്കിൽ കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി ആണ്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഇത് വലിയ കേസാണ്. കിട്ടാവുന്നതിന് ഇപ്പൊ നമുക്ക് 16 കിലോയോളം കേസുണ്ടല്ലോ. അപ്പൊ നമുക്കൊരു പക്ഷേ ഈ മിഠായിയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ കേസ് തന്നെ നമുക്ക് ഇതിനെ പറയാൻ പറ്റും. ഇതിന്റെ കണ്ടന്റ് ടെട്രാഹീഡ, കഞ്ചാവിന്റെ മെയിൻ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ടെട്രാഹീഡ കാനാബിനോണാണ്, THC എന്ന് പറയും. അതെങ്ങനെയാണെന്നുള്ളത് നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. കാരണം നമുക്ക് സ്മെല്ലുണ്ടാവും. ഇത് നമ്മൾ ശരിക്കും ഇത് ഡിറ്റക്ട് ചെയ്യുന്ന നമ്മളിത് ഞരടി മണക്കോ അല്ലെങ്കിൽ നമ്മൾ കയ്യിൽ വെച്ച് പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് അതിന് സ്മെല്ലുണ്ടാവും. അങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് ഡിറ്റക്ഷൻ വരുന്നത്. പിന്നെ അതിന് സമാനമായ കേസുകളിലൊക്കെ നമുക്ക് എന്താ കഞ്ചാവ് ഉണ്ട്, നമ്മളതിനാണല്ലോ എക്സ്പീരിയൻസ് ആൻസ് ആണല്ലോ. അപ്പോൾ നമുക്ക് അതിനകത്ത് കഞ്ചാവിന്റെ കണ്ടന്റ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. അതെ, പിന്നെ നമുക്ക് കിറ്റ് വെച്ച് നമ്മൾ പരിശോധിക്കും. കഞ്ചാവിന്റെ അംശം ഉണ്ടെങ്കിൽ നമുക്ക് കിറ്റ് വെച്ച് പരിശോധിച്ചാൽ നമുക്കറിയാം. കുട്ടികളെ അതേക്കുറിച്ച് നമ്മൾ അന്വേഷിക്കണം. നമുക്കിപ്പോ കിട്ടിയൊരു ചെറിയ പ്രകാരം ഇവര് യുവതലമുറ, അതായത് കോളേജ് സ്റ്റുഡൻസ് ആണ്. കാരണം കുട്ടികളിലേക്ക് എത്തേണ്ട കാര്യമില്ല. കാരണം കുറച്ച് എക്സ്പെൻസീവ് ആണല്ലോ. നമ്മൾ സാറിന് 5 രൂപയ്ക്ക് 10 രൂപയ്ക്കൊന്നും മുട്ടായി കിട്ടില്ല. ഏകദേശം 50 തൊട്ട് 100 വരെ വില വരുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കുറച്ച് എക്സ്പെൻസീവ് ആണ്. അപ്പോൾ കോളേജ് സ്റ്റുഡൻസിനായിരിക്കണം നമ്മൾ ഉദ്ദേശിച്ചത്, യുവതലമുറയായിരിക്കണം. പിന്നെ ഉദ്ദേശിച്ച അന്യസംസ്ഥാന തൊഴിലാളികളും അത് ഉപയോഗിക്കുന്നുണ്ടാവും എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. നിലവിലുള്ള അന്വേഷണത്തിൽ നമുക്ക് അങ്ങനെയാണ് ബോധ്യം. അതിന് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട്. ഇദ്ദേഹം ഇവിടെ ഒരു വാടക വീട് ഇപ്പൊ നിലവിൽ എടുത്തിരിക്കുന്നതാണ്. അപ്പൊ ഇദ്ദേഹം അത് ഇങ്ങോട്ടായിട്ടാണ് ഇപ്പൊ കൊണ്ടുവന്നാണ് മനസ്സിലാക്കുന്നത്. അത് നമ്മൾ കൂടുതൽ അന്വേഷണത്തിൽ നമുക്ക് അതേക്കുറിച്ച് ഇനി മറ്റേതെങ്കിലും ആൾക്കാരുണ്ടോ, ഇനി വേറെ എവിടെയെങ്കിലും ഹൈഡ് ഔട്ട്സ് എടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്കത് കഴിഞ്ഞിട്ട് നമുക്ക് പറയാൻ പറ്റും. 100% സോഴ്സിലേക്ക് പോകുന്നുണ്ട്. കാരണം നമ്മൾ അതിനകത്ത് സോഴ്സ് ആണല്ലോ നമുക്ക് പ്രധാനം. നമ്മളിപ്പോൾ ഈ ചെറുകിടക്കാരെ പിടിച്ചിട്ട് കാര്യമില്ല, സോഴ്സാണ് പ്രധാനം. 100% നമ്മൾ അതിന്റെ സോഴ്സിലേക്ക്, ഇനി മുമ്പുള്ള കേസുകളിലും അങ്ങനെ തന്നെ നമ്മൾ സോഴ്സിലേക്ക് എത്തും. സോഴ്സിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു വിവരപ്രകാരം ഒരു SD ഫാർമസി എന്ന് പറയുന്ന ഒരു പേര് മാത്രമേ ഉള്ളൂ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് കണ്ടെത്തണം. അയാൾ ചോദിച്ചപ്പോൾ അയാൾ ബീഹാറിലെ ഒരു ഗ്രാമത്തിലെ ഒരു കടയിൽ നിന്ന് വാങ്ങി എന്നാണ് പറഞ്ഞത്. നമുക്ക് അതിൽ കസ്റ്റഡിയിൽ എടുക്കുകയും മറ്റ് തുടർ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യാം. ഇപ്പൊ ഈ കൊണ്ടുവന്ന സാധനം, ഇപ്പൊ ബൾക്കായിട്ട് കൊണ്ടുവന്ന സാധനം എവിടെ അയാൾക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. മുമ്പ് അയാള് റീറ്റെയിലറെ വെച്ച് കടകളിൽ കൊടുത്തിട്ടുണ്ട് എന്നും പിന്നെ അതുപോലെ തന്നെ കൂടത്തിലുള്ള സഹപ്രവർത്തകരെ വെച്ച് വിൽപ്പന നടത്തിയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷെ അതേക്കുറിച്ച് അന്വേഷിക്കാൻ നമുക്ക് തീർച്ചയായിട്ടും ഒന്നും പറയാൻ പറ്റത്തില്ല. കടകളിലുണ്ടെങ്കിൽ നമ്മൾ ആ കടകളെ സംബന്ധിച്ച് പരിശോധന നടത്തേണ്ടതുണ്ട്. ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായിട്ട് ഇപ്പം ഈ സർക്കാർ വന്ന ശേഷം നമുക്ക് കൃത്യം കണക്ക് പറയണ ഏകദേശം 200-ന് കേസ് നമുക്ക് ഈ ജില്ലയിൽ നമുക്ക് എടുത്തിട്ടുണ്ട്. അതിനകത്ത് ഇപ്പോൾ പ്രധാനപ്പെട്ട പറയാനുള്ള ഒരു 3.5 കിലോയുടെ ഒരു കേസായിരുന്നു. അതിന്റെ ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ ഈ NDPS കേസുമായി ബന്ധപ്പെട്ട് കേരളം തന്നെ കണ്ട ഏറ്റവും നല്ല ഇൻവെസ്റ്റിഗേഷൻ പ്രോസസ്സാണ് അത്. അതിന്റെ മറ്റ് ഡീറ്റെയിൽസ് നമുക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതുമായി ബന്ധപ്പെട്ട ഒരു പത്രസമ്മേളനം അടുത്ത് തന്നെ മുതിർന്ന ഉദ്യോഗസ്ഥരുണ്ടാകും. കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടായിട്ട് വിശദാംശങ്ങൾ ഇപ്പോൾ വെളിപ്പെടുത്താൻ നമുക്ക് അതിന്റെ അന്വേഷണം അവസ്ഥയിലായതുകൊണ്ട് നമുക്ക് അതിൽ കൂടുതൽ അറസ്റ്റുകളും കൂടുതൽ അന്വേഷണങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ കൂടുതൽ വിവരങ്ങൾ നമുക്ക് വെളിപ്പെടുത്താൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം നമ്മൾ അന്വേഷണത്തെ സാരമായിട്ട് ബാധിക്കും. നമ്മൾ അവസാന ഘട്ടത്തിലാണുള്ളത്. അത് അടുത്ത ദിവസങ്ങളിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട് ഉന്നത ഉദ്യോഗസ്ഥർ നിങ്ങളെ വരാറില്ല.